ശ്രീ യുവരാജ് ഗോകുലിലേക്ക് പോവുകയാണ്. ശ്രീ യുവരാജ് ഗോകുല്, ഇപ്പോൾ ഈ പ്രതിനിധികളെല്ലാം പറഞ്ഞ ചർച്ച അവസാനം പാണ്ഡ്യാല ഷാജി എത്തി നിൽക്കുന്ന ഒരു വസ്തുതയുണ്ട്. കടുത്ത ന്യൂനപക്ഷ വിരുദ്ധത മുഖ്യമന്ത്രി വിളമ്പുന്നു. നോക്കൂ, ഈ പി വി അൻവർ അറസ്റ്റിലാകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് വാക്കുകൾ എന്തായിരുന്നു? കാട്ടാന പ്രശ്നത്തെ ചൊല്ലിയാണല്ലോ അവിടെ DF ഓഫീസ് അടിച്ചു തകർക്കാനൊക്കെ പോയത്. പക്ഷേ അതിൻ്റെ കൂടെ മോദിയെ പോലെ പിണറായി ഇവിടെയും പെരുമാറുന്നു. അതായത് ന്യൂനപക്ഷത്തെ മുഴുവൻ വേട്ടയാടുകയാണ് മോദി ചെയ്യുന്നത് പോലെ പിണറായിയും ഇവിടെ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു എന്ന ഒരു പ്രസ്താവന പി വി അൻവറിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി കാണേണ്ടത്? ഒരു കാട്ടാന പ്രശ്നം, മനുഷ്യരുടെ മലയോര ജനത അഭിമുഖീകരിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നം, അത് ചൂണ്ടിക്കാട്ടുന്നതിന് പകരം കടുത്ത വർഗീയത ഉയർത്തുന്ന വിധത്തിൽ എന്തിനാണ് പി വി അൻവർ അങ്ങനെ ഒരു സംസാരം നടത്തിയത്? മുസ്ലിം ലീഗ് ഇത് ഏറ്റുപിടിച്ചത്, കോൺഗ്രസ് നിസ്സഹായ അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്നത്. നീലിമ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനും ഒരല്പം മുമ്പായിട്ട് കേരള പൊളിറ്റിക്സിൻ്റെ ഡൈനാമിക്സ് മൊത്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കുകയാണ്. കേരളത്തിലെ ജാതി സമവാക്യങ്ങളും മതസമവാക്യങ്ങളും വോട്ട് കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ 2016 മുതൽ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതി വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ആകുന്നു എന്നും അത് പഴയ ഒരു സംവിധാനത്തിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് തിരിച്ച് കേന്ദ്രീകരിക്കാൻ ആരംഭിക്കുന്നു എന്നുമുള്ള ഒരു മെസ്സേജ് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നാൾ ലീഗിൻ്റെ പുറകെ നടന്നു. ലീഗിൻ്റെ പുറകിൽ റോസാപ്പൂവായിട്ട് പിണറായി വിജയൻ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരിപ്പോൾ വാങ്ങും എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണും കായതും ഒക്കെ ലീഗ് കാണിക്കുന്നുണ്ടായിരുന്നു. അവസാനം വാങ്ങാതെ തേച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കിപ്പോയ സാധനം കിട്ടിയില്ല. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് വലുതായിട്ട് ഇളകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പോയ ഹിന്ദു വോട്ട് ബാങ്കിനെ ഏത് വിധേനയും തിരിച്ചു പിടിച്ച് നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മലപ്പുറം പ്രസ്താവനയായിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളെ ജാതീയമായി വിഭജിക്കുന്ന തലത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനയായാലും ശരി തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് UDFിൻ്റെ ഹൈക്കമാൻഡ് ലീഗാണോ പാണക്കാടാണോ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയം. അപ്പോൾ ആദ്യം മുതൽ സംസാരിക്കുന്ന പ്രതിനിധികളുണ്ട്. ആദ്യം ശ്രീ സേനാപതി വേണുവാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് പി വി അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായിരിക്കുന്ന ചർച്ചകൾ അത് പാണക്കാട് എന്ന് തുടങ്ങിയതിനകത്ത് വലിയ കാര്യമൊന്നും നമ്മളാക്കേണ്ട കാര്യമില്ല. കാരണം UDFിനകത്ത് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, ഇന്ന പാർട്ടിയാണ് വലുത്, അവിടെ ഒരു വലിയേട്ടൻ സ്ട്രക്ചറൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFിനകത്ത് കോൺഗ്രസും ലീഗും അല്ലാതെ വേറെയും ധാരാളം പാർട്ടികൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 40 MLA-മാരോ മറ്റോ ആണ് UDFിനുള്ളത്. അതിനകത്ത് 20 കോൺഗ്രസും 15 ലീഗും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ഉണ്ട്, KDP ഉണ്ട്, KK രമയുടെ പാർട്ടിയുണ്ട്, RSP ഉണ്ട്, ഒരു MP ഉള്ള RSP ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വലിപ്പം ചെറുപ്പം UDFിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് മുന്നണികളുടെ നേതാക്കളെ കാണാൻ പോവുകയോ അവരുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പുതിയതായിട്ട് കോൺഗ്രസ്സിലേക്കാവട്ടെ UDFിലേക്കാകട്ടെ എത്തുന്ന ആൾക്കാർ തയ്യാറാകാത്തത്? ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJPയിൽ നിന്ന് ഒരാൾ UDFിലേക്ക് കോൺഗ്രസ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പോകുന്ന സമയത്ത് പോലും കോൺഗ്രസ്സിലേക്കല്ല പോയത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തലത്തിലാണ് അവിടെ പ്രകടനം നടക്കുന്നത് മുഴുവനും. പാണക്കാടേക്കാണ്. പിന്നെ കൊണ്ടു നടക്കുന്നത് മുഴുവനും KMCCയും മറ്റും ഒക്കെയാണ്. വിദേശ യാത്രകളിലേക്കും അത് അത്തരത്തിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ലീഗ് സ്പോൺസർ ചെയ്തിട്ടാണ് ഈ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കൾ സ്വീകരിക്കുകയും കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മുന്നണിക്കകത്ത് അവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും തന്നെ പരിഗണന അവിടെ ആവശ്യമായിട്ട് വരുന്നത് പോലുമില്ല. പകരം ലീഗ് എന്തു പറയുന്നോ അതാണ് കാര്യം. കോൺഗ്രസിൻ്റെ നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന അമ്മയായ സോണിയാഗാന്ധിയെ അപമാനിക്കുന്ന തരത്തിൽ ഇത്രയും സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് പറയുന്നത് അയാളുടെ ജാതകമൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ
ഇത് എന്ത് തരം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാകുന്നില്ല. ശരിയാണ്, രാഷ്ട്രീയമാണ്, ഇപ്പോൾ പഴയകാല പ്രസ്താവനകളൊന്നും നമ്മൾ നോക്കേണ്ടതുണ്ടാവില്ല. പക്ഷേ ഈ അടുത്ത കാലം വരെയും അയാൾ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ, ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ നോക്കൂ. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വലിയൊരു വിഷയം ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി വി അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റേതായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ പി വി അൻവറിന് വലിയ പിന്തുണ നൽകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ അത്താണിയായിട്ട് കണ്ടതുകൊണ്ടാണ് പാണക്കാടേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഭരണ സംവിധാനമൊന്നും നിലവിലില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അത്താണിയായിട്ട് ആദ്യം കാണേണ്ട ആൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ ഇല്ലേ? പോട്ടെ, കോൺഗ്രസിന് KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലേ? UDF കൺവീനർ എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ലേ? അവിടെ ഒന്നും തന്നെ പോകുന്നില്ല. പകരം അത്താണിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം അവിടെ പ്രകടമാണ്. ഇനി LDFിലേക്ക് ഒരു വ്യക്തി പോകുന്നു എന്നിരിക്കട്ടെ. LDFിലേക്ക് ഈ പോകുന്ന വ്യക്തി CPMിലേക്കാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു മുന്നണിയെ പാർട്ടിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു അലയൻസിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഒരു പാർട്ടിയെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഒരു വ്യക്തി CPMിൽ ചേരാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അയാൾ CPIയുടെ ഓഫീസിലും കേരള മറ്റേ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, KB ഗണേഷ് കുമാറിൻ്റെ പാർട്ടി, അവിടെയും ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങിയിട്ടാണോ CPMിനെ കൊണ്ട് അനുവാദം മേടിപ്പിച്ചെടുക്കുന്നത്? അല്ലല്ലോ. ഒരു വ്യക്തി ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അയാൾ ഏത് പാർട്ടിയിലേക്കാണോ പോകുന്നത് ആ പാർട്ടിയിലേക്ക് ധൈര്യമായിട്ട് ചേരാനുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ. പക്ഷേ കേരളത്തിൽ മാത്രം, പർട്ടിക്കുലർലി UDFിൽ മാത്രം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസിലേക്ക് ആരെങ്കിലും ചെല്ലണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ ലീഗിൻ്റെ പരിപൂർണമായ പിന്തുണയും ആശീർവാദവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് കേരള പൊളിറ്റിക്സിലെ ഇത്തരം എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന് അത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇനി കോൺഗ്രസിന് ഒരാളെ താല്പര്യമില്ല എങ്കിൽ പോലും പാണക്കാട് നിന്ന് നമുക്ക് ഇയാളെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി നിന്ന് അത് കേട്ട് തിരിച്ചു പോകുവാനുള്ള പൊളിറ്റിക്കൽ ആംബിയർ മാത്രമേ നിലവിൽ കോൺഗ്രസിനുള്ളൂ എന്നാണ് മറുവശത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായിട്ടുള്ള ഒരു വസ്തുത. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ യുവരാജ് ഗോകുൽ ഉണ്ടായത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നിലവിൽ ഒരു വ്യക്തി മാത്രമായിട്ട്, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണെങ്കിൽ ഒരു വ്യക്തി മാത്രമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ മറ്റ് 3 പേരും കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഔദ്യോഗികമായ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ MM ഹസൻ ആയാലും UDF കൺവീനറായിട്ടിരിക്കുന്നു, KPCC പ്രസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ഞാൻ വ്യക്തികളിലേക്കല്ല പോയത്, പകരം ആ പദവികളിലേക്കാണ് പോയത്. ആ പദവികളുള്ള ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് പോകുവാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും പകരം ഇതൊന്നുമല്ലാത്ത ഒരു കക്ഷിയുടെ അടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അത് തരുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് കേരളത്തിന്. ഈ പറയുന്ന സംഘടിത മത ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന വോട്ട് ബാങ്കിൻ്റെ മുമ്പിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണി സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CP ജോൺ ആയിരുന്നാലും K മുരളീധരൻ ആയിരുന്നാലും ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടുവരുന്നിരിക്കുന്ന പ്രസ്താവനകൾ, SDPIയെ കുറിച്ചിട്ടും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ, ഇന്ന് ലീഗ് കാണിക്കുന്ന അത്യുത്സാഹം, ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒപ്പം LDF ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ന്യൂനപക്ഷ വോട്ട്, പർട്ടിക്കുലർലി മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടമായ നിരാശയും കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കേരള പൊളിറ്റിക്സ് എങ്ങോട്ടേക്കാണ് ഹെഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സുവ്യക്തമാണ്.